തൃശൂർ എരുമപ്പെട്ടിയിൽ മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവർ അറസ്റ്റിലായി. മരുതംകോട് MPM UP സ്കൂൾ ബസിന്റെ ഡ്രൈവർ മധുവിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സ്ഥിരം മദ്യപിച്ചാണ് സ്കൂൾ വാഹനം ഓടിക്കുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ വീട്ടിലെത്തിക്കാൻ പോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തി. തുടർന്ന് പോലീസ് ഡ്രൈവർ വിഷ്ണുജിത്ത് സ്കൂൾ വാഹനം ഓടിച്ച കുട്ടികളെ വീടുകളിലെത്തിച്ചു. സ്കൂൾ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ അന്തിക്കാട് പുത്തൻപള്ളിക്കാവിൽ വേലക്കിടെ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഷാരൂർ സ്വദേശി നവീനെ ആണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 28-ന് പുത്തൻപള്ളിക്കാവ് കാർത്തിക വേലക്കിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സംഘർഷത്തിനിടെ അന്തിക്കാട് മാങ്ങാട്ടുകര സ്വദേശി ആദിത്യനാണ് കുത്തേറ്റത്. മുൻ വൈരാഗ്യത്താൽ ഇടത് നെഞ്ചിനും വലത് നെഞ്ചിലും കൈത്തണ്ടിലും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ കാഞ്ഞാണി സ്വദേശി രഗീന്ദ്രനെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. കൊല്ലം കുണ്ടറയിൽ കരാർ അടിസ്ഥാനത്തിലെടുത്ത കാറുകൾ കടത്തിയ കേസിൽ BJP പ്രവർത്തകൻ പിടിയിൽ. അമ്പലക്കര മധു എന്ന വിളിപ്പേരുള്ള രമേശ് കുമാറാണ് പിടിയിലായത്. പഞ്ചായത്ത് ആവശ്യത്തിന് എന്ന വ്യാജേന കാർ വാടകയ്ക്കെടുത്ത് മുങ്ങുകയാണ് ഇയാളുടെ പതിവ് രീതി. പഞ്ചായത്ത് അംഗമാണെന്ന കള്ളപ്രചരണം നടത്തിയാണ് ഇയാൾ വാഹനങ്ങൾ കൊണ്ടുപോയിരുന്നത്. മൂവാറ്റുപുഴയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കോതമംഗലം സ്വദേശി സാജിദാണ് പിടിയിലായത്. ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട ചിക്കമംഗളൂർ സ്വദേശി ഷഹബാസ് ആണ് സജീദിന് സ്ഥിരമായി MDMA എത്തിച്ച് നൽകുന്നത്. കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിലാണ് സാജിദ് പ്രധാനമായും MDMA വിറ്റുവരുന്നത്. ഇയാളിൽ നിന്നും 30.7 ഗ്രാം MDMAയാണ് പിടികൂടിയത്. കോതമംഗലം സ്വദേശിയായിട്ടുള്ള സാജിദ് K എന്ന ആളെ 30 ഗ്രാം MDMA ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇയാൾ ഈ പ്രദേശത്തെ ഒരു മൊത്ത വിതരണക്കാരനെ മനസ്സിലായി. ഇയാൾക്ക് MDMA എത്തിച്ചു കൊടുക്കുന്ന ഇയാളുടെ കൂടെ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ചിക്കമംഗളൂർ സ്വദേശിയായിട്ടുള്ള ഷഹബാസ് എന്ന ആളെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. ഷഹബാസിന് നിർദ്ദേശാനുസരണം CDM വഴിയും സ്കാനർ വഴിയും പൈസ അയച്ചു കൊടുത്തുകൊണ്ട് ഒരു മിനോജ് എന്ന ID യിലേക്ക് പൈസ അയച്ചുകൊണ്ടാണ് പ്രതി MDMA വാങ്ങിയിരുന്നത്.